നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ഇന്നൊരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ഒരു ക്രാബ് സാലഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു ചെറിയൊരു വീഡിയോ ആണ്, വലിയ കുക്കിംഗ് ഒന്നുമില്ല. ഇത് ശരിക്കും ഒരു സീ ഫുഡ് ലിപ്പെടുന്ന ഒരു ഫിഷാണ്, പക്ഷേ ക്രാബിൻ്റെ ഫ്ലേവർ ഉള്ളതാണ്. ഇവിടെ ഇങ്ങനെ നമുക്കൊരു പാക്കറ്റിൽ കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ വാച്ച് ചെയ്യാം. ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് നമുക്ക് ഇമിറ്റേറ്റഡ് ക്രാബ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. അതാണ് നിങ്ങളിതും കൂടെ ഒന്ന് കാണിച്ചിട്ട് ഇത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, അതാണ് കാണിക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ ലോബ്സ്റ്റർ ഇല്ലേ, അതിൻ്റെ അതേ ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിന് ലോബ്സ്റ്ററിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ടല്ലെങ്കിൽ നമുക്കൊരു 3 സവാള എടുക്കാം, ചെറുതായിട്ട് കൊത്തി അരിയണം. പിന്നെ സെലറിയാണ് എടുത്തിരിക്കുന്നത്, അതും 2 തണ്ടെടുക്കാം. ഇത് ഞാൻ ഇവിടെ പിടിച്ച സെലറിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് സ്പൈസസ് വേണം. ഉപ്പാണ് എടുക്കുന്നത്, അതൊരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ പെപ്രിക്ക പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ദില്ലെന്ന് പറയുന്ന മിൻറ്റാണിത്, അതും ഒരു 1/2 ടീസ്പൂൺ. ഇത് ഡ്രൈ ആണ്, ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയാണ്. ഇപ്പോൾ പൊടി അല്ലെങ്കിൽ ക്രഷ് ചെയ്തിടാം. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് മയണൈസാണ്, അതൊരു 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് എത്ര നിങ്ങൾക്കുണ്ട് അതനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഇത് ബെൽ പെപ്പറാണ്, ഗ്രീൻ കളറിൽ, അത് കുറച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പല കളറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ കുറച്ച് ലെറ്റസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് 340 ഗ്രാം ആണ് ഇത്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഇങ്ങനെ ഫ്ലഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും അവർ ഇങ്ങനെ ഹാഫ് കുക്കായിട്ട് തരുന്നതാണ്. അപ്പോൾ സീ ഫുഡൊന്നും ഒരുപാട് നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല, അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഓൾറെഡി കുക്ക്ഡാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, ഇതിൽ കുക്കിംഗ് എന്ന് പറയാനില്ല. പിന്നെ സാലഡിൻ്റെ ക്രാബ് സാലഡിൻ്റെ റെസിപ്പി കാണിക്കുന്നതേ ഉള്ളൂ അത്. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് വേണം എടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഞാൻ അതിനെ ചെറുതായിട്ട് ഇങ്ങനെ പിച്ചി ഇടുന്നുണ്ട്, കാരണം കുറച്ച് തിക്കായിട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇടാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതിനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നുമില്ല, നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇതിൽ മിക്സ് ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ നല്ലൊരു സൂപ്പ് സാലഡാണ്. അപ്പം നിങ്ങൾ സുഷിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ, ജാപ്പനീസ് ഫുഡില്ലേ സുഷി, അതൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് ലോബ്സ്റ്റർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒന്ന് പുഴുങ്ങി ഇതെനിക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇത് സാലഡായിട്ടും സാൻഡ്വിച്ചായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സെലറിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തണ്ടാണ് ഉണ്ടെങ്കിൽ തണ്ട് അരിഞ്ഞിടാം കേട്ടോ. പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞതിടുന്നു. അപ്പോൾ ഞാൻ നേരത്തെ സവാള അരിഞ്ഞിട്ട്, അപ്പോൾ സവാളയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് കൊച്ചുള്ളി ഇടാം കേട്ടോ. കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞിടാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഉപ്പാണ്, ഉപ്പ് ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അത് നോക്കി അതേപോലെ ഇടാം. പിന്നെ ഇത് പെപ്രിക്ക പൗഡറാണ്, അത് 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി അല്ലെങ്കിൽ ക്രഷ് ചെയ്തിടാം. ഇത് ദില്ല് എന്ന് പറയുന്ന മിൻറ്റാണ്. അപ്പോൾ ദില്ല് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം പാഴ്സലിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, മല്ലിയില എടുക്കാം കേട്ടോ. പിന്നെ മയണൈസാണ് എടുത്തിരിക്കുന്നത്, 1/2 കപ്പ്, അതും കൂടെ ഇടുന്നു. പിന്നെ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു ഇറ്റാലിയൻ ഡ്രസ്സിംഗ് ആണ് എടുക്കുന്നത്. ഇതാണ്, ഇതിപ്പോൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇറ്റാലിയൻ ഡ്രസ്സിംഗ് എന്ന് പറയും, സാലഡ് ഡ്രസ്സിംഗ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പകരം ലെമൺ ജ്യൂസ് ചേർത്താൽ മതി, കുറച്ച് പുളിപ്പിനൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും ഒരു 1/2 കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് സാലഡാണെങ്കിൽ സാലഡായിട്ട് കഴിക്കാം. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് ബേബി സ്പിനിച്ചോ ലെറ്റസോ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ നല്ലതാണ്, ഒരു വെറൈറ്റി സാലഡാണിത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബ്രെഡിൻ്റെ അകത്ത് വെച്ച് സാൻഡ്വിച്ചായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗാർണിഷിങ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെ, ഇതിൽ ലെറ്റസിൻ്റെ പുറത്ത് ഞാനിങ്ങനെ വെച്ച് എടുക്കുന്നു. അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് ലെറ്റസും കൂടെ ചേർത്ത് കഴിക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ
അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് കാണാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.